ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് റിയാദിൽ നിന്ന് പോക്കായി. മറ്റെവിടെയും അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ എല്ലാ മുസ്ലിങ്ങൾക്കും ആഗ്രഹിക്കുന്ന, നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി കാശിക്കുന്ന, സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് സൗദി അറേബ്യയിലേക്ക് വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഉംറ എന്നുള്ള ആ ഒരു സ്വപ്നം സഫലമാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സൗദിയിലേക്ക് വന്നത്. പിന്നെ നമ്മൾ 1.5 മാസം എന്നുള്ള രീതിയിൽ വന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വന്നിട്ടാകുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ വയ്യായികയും കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിലായതിന് ശേഷമാണ് നമ്മൾ ഒരു ഇവിടുത്തെ ഉംറേൻ്റെ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഏൽപ്പിച്ച് കൊടുക്കുക ചെയ്തത്, അവർക്ക് കൊടുത്തു. അപ്പോൾ 5 ദിവസത്തെയാണ് ഈ ഉംറ വിസൻ്റെ ഇത് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 5 ദിവസത്തെ ട്രിപ്പാണിത്. അങ്ങനെ നമ്മൾ ബസ് വഴിയാണ് നമ്മൾ മക്കയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കും നമ്മൾ പോകുന്നത്. അങ്ങനെ ബസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറേ ഓത്തും അതുപോലെ തന്നെ ദുആയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി മൂവായി തുടങ്ങി. പിന്നെ ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ 2-3 ആൾക്കാർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രായമുള്ള ആൾക്കാരും എല്ലാവരും ഉള്ളതല്ലേ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നേരത്തെ വരാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ലേറ്റ് ആയതാണ്. പക്ഷെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ല തന്നെ. പിന്നെ ഇങ്ങനത്തെ ബസ്സിൽ അധികം ഞാൻ ഇതുവരേക്കും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് വല്ലാതൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ തലകറങ്ങുന്ന ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച് മിക്കവാറും ഞാൻ വൊമിറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചൊരു സഞ്ചിയൊക്കെ എടുത്ത് മുമ്പിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ചെറിയ ഒരു ഗ്ലാസ് ചായ ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഇറങ്ങിയതാണ് നമ്മൾ. കാരണം വേഗം വരണം, നമ്മൾ കാരണം ലേറ്റ് ആവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇറങ്ങിയതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു, ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാര്യമായിട്ട് വിചാരിക്കുന്ന പോലെ വലിയ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഇതെല്ലാം ഒരു വലിയ ദൂരത്തിലെല്ലാ എന്താ പറയുക സിറ്റിയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു കടകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇവിടെയെല്ലാം. അപ്പോൾ അതിൻ്റെതായ ഫുഡും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബെൻഡോത്ത് നമ്മൾ മുട്ട ഇങ്ങനെ ചിക്കിയിട്ടൊക്കെ ആക്കില്ലേ മസാല, അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ചു. അതുപോലെ തന്നെ ചായയും കുടിച്ചിട്ട് നമ്മളെല്ലാവരും വേഗം തന്നെ ബസ്സിൽ കയറി. കാരണം ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ടൈം ഞാൻ തരാം, അതിനുള്ളിൽ വേഗം കഴിച്ചിട്ട് വരണം. നിങ്ങൾ ലേറ്റാകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ എത്തുന്നതും ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മളിപ്പോൾ അവിടെ പോയ പാട് ഉംറ ചെയ്യേണ്ടതാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുന്നത് ലേറ്റാവും, പിന്നെ ഉംറ ചെയ്യുന്നതും ലേറ്റാവും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഉസ്താദ് ഒരു ടൈം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര ടൈം വരെയാണ് സമയമുള്ളത്, അതിനുള്ളിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ യാത്രയൊക്കെ ചെയ്ത് മൂവായി വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഉച്ച ടൈമായിട്ടുള്ളത്. നമ്മളങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇറങ്ങിയിട്ടുള്ളത്. അവിടെ എത്തിയപ്പോഴേക്കാണെങ്കിൽ നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു. വായി തുറക്കാൻ വരുന്നുണ്ടായിരുന്നില്ല. വായി തുറന്നു കഴിഞ്ഞാൽ മണ്ണ് തെച്ച് വായിലേക്കാണ് വരുന്നത്. അങ്ങനെ മുഖെല്ലാം പൊത്തി എന്താ പറയുക തട്ടൊക്കെ വിട്ട് മുഖം പൊത്തിയിട്ടാണ് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി. കാരണം ഓരോ സ്റ്റോപ്പിൽ നമുക്ക് ഇറക്കുമ്പോൾ മാക്സിമം ബാത്റൂം യൂസ് ചെയ്യുക. കാരണം അത്രയും കുറേ ടൈം ബസ്സിലിരുന്നതിന് ശേഷമാണ് നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നേരം പുറത്തേക്ക് ഇറങ്ങാനില്ല, ബാത്റൂം പോകണമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ടോയ്ലറ്റിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു. അങ്ങനെയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത്. അങ്ങനെ നല്ല എന്താ പറയുക കപ്സിയ അന്ന് കഴിക്കാനുള്ളത്. അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ 3 പ്ലേറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും നമ്മളങ്ങനെ ബസ്സിലോട്ടൊക്കെ കയറി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉറക്കമായിരുന്നു. പിന്നെ കുറേ സമയം ഉസ്താദ് എന്താ പറയുക ദുആയും അതുപോലെ തന്നെ സലാത്തെല്ലാം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. കാരണം നമ്മൾ ഒരു നല്ലൊരു കാര്യത്തിനാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ വേറെ ഒരു കാര്യങ്ങളൊന്നും വെച്ചിട്ട് പോകരുത്, നല്ല മനസ്സോടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉസ്താദ് ഇങ്ങനെ ബസ്സിന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കേട്ടിട്ട് ഇങ്ങനെ പോയെന്ന്. അതിൻ്റെ ഇടയിൽ ഇവന് ഫോണൊക്കെ വാങ്ങി. ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവൻ എന്തായാലും
നമ്മൾ പ്രശ്നമില്ല. ഈ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ ഓരോ ക്ഷമിക്കും, പിന്നെ പറ്റത്തില്ലല്ലോ. അങ്ങനെ മാക്സിമം ഈ ഓരോ അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഞാൻ എന്ത് ചെയ്ത് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ടിരുന്നു. പിന്നെ നമ്മൾ ഉറക്കമായിരുന്നു പകുതിയും. എന്താ പറയുക, നമ്മൾ ക്ഷീണമായിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ടാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കണ്ടേ, അതുകൊണ്ട് ലൈറ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുകയും ചെയ്ത് പിന്നെ നമ്മൾ കിടക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിൽ പകുതി മുക്കാലും നമ്മൾ നല്ല ഉറക്കമായി. ഈ ബിൽഡിങ്ങുകളോ ഈ റോഡുകളോ വാഹനങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ ഒരു 1500 വർഷം മുമ്പുള്ള ഈ ഒരു പ്രദേശത്തെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്ക് നിങ്ങൾ. എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ? അള്ളാഹുവിന്റെ ഹബീബ് എത്രയാണ് ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചത്. അള്ളാഹു മുത്തുനബിയോടുള്ള മഹബത്ത് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. മുത്തുനബിയോടുള്ള മഹബത്ത് അല്ലാഹു നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്. അൽഹംദുലില്ലാ നമ്മളങ്ങനെ മീക്കാത്തിലെത്തിയിട്ടുള്ളത്. മീക്കാത്തിലെത്തുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇറാൻ കെട്ടാനും അതുപോലെ തന്നെ നിയത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് നമ്മൾ മീക്കാത്തിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ മീക്കാത്തിലെത്തി എന്താ പറയുക, നിയത്തൊക്കെ വെച്ച് എന്താ പറയുക, ആണുങ്ങളും പിള്ളേരൊക്കെ ഇറാൻ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകത ഒന്നുമില്ല, നിയത്ത് വെച്ച് കുളിക്കുക, പിന്നെ അവരുടെ മെയിൻ ഇതന്നെ ഫർദ് ഇടുക, കൈയും കാലമൊക്കെ ഒന്ന് മറക്കുക, അത്രയേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല. ആണുങ്ങൾക്കാണ് ഇറാൻ കെട്ടാന്ന് പറയുമ്പോൾ ഈ വെള്ള തുണി എടുത്തിട്ട് തുണി കൊടുക്കുക, അതുപോലെ തന്നെ ഒരു തുണീനെ കൊണ്ട് പുതക്കുക, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. പിന്നെ മക്കേൻ്റെ കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്ക് തന്നെ നമ്മൾ ക്ലോക്ക് ടവർ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഉസ്താദ് ക്ലോക്ക് ടവർ ഉണ്ട് എന്ന് കാണാൻ തുടങ്ങി എന്ന് പറയലും പിന്നെ എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ എത്തി നോക്കലായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മതി വരുവോളം നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് തന്നെ ക്ലോക്ക് ടവർ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളങ്ങനെ മക്കൻ്റെ ആ ഒരു പരിസരത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് നടക്കാനുണ്ട് മക്കൻ്റെ അങ്ങോട്ടേക്ക്, പക്ഷെ നമുക്ക് റൂം കുറച്ച് ദൂരത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ കൊണ്ടുവച്ച് റൂമിൽ വെച്ച് ഫുഡും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നേരെ മക്കയിലേക്ക് പോകുന്നത് ഉംറ ചെയ്യാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ബസ്സിൽ ഒരേ ഇരിപ്പിരുന്നോണ്ട്, കാരണം വെച്ചാൽ 10 മണിക്കൂർ 11 മണിക്കൂറിന് മറ്റും ഒരേ ഇരിപ്പല്ലേ ഇരിക്കുന്നത്. അപ്പോൾ മുട്ടൊക്കെ 2 മുട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. കാല് നീട്ടിയിരിക്കാൻ പറ്റാത്ത ആ ഒരു മടക്ക് നമ്മൾ അങ്ങനെ തന്നെ വെക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മുട്ട വേദന ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കയറ്റം ഉണ്ടായിരുന്നു ഈ ഹോട്ടലിലേക്ക്. അപ്പോൾ അവൻ കൂടി കയറിയപ്പോൾ തന്നെ സമാധാനമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെൻഷനാണ്, കാരണം ഉംറ ചെയ്യാൻ വേണ്ടിക്ക് വന്നതല്ല. അപ്പോൾ മുട്ടുവേദന എടുക്കുന്നതുകൊണ്ടൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റാണ്ടാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ എന്താ പറയുക, നമ്മൾ കീ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരുടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉസ്താദ് നമ്മളെല്ലാവരും കീയൊക്കെ വാങ്ങി ഓരോ ആൾക്ക് ഓരോ പേരും വിളിച്ചിട്ട് ഇന്ന നമ്പറാണ് നമ്മൾ റൂം നമ്പറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂം നമ്പർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ കീ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങി നമ്മളങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 6 പേർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 6 ബെഡ് സിംഗിളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടാണുള്ളത്. അപ്പം ഓർമ്മയുണ്ടായിരുന്നില്ല, ജസൂന് എന്തായാലും എൻ്റെ കൂടെ കിടക്കുമല്ലോ, ഒറ്റയ്ക്ക് കിടക്കത്തില്ലല്ലോ. അപ്പോൾ ഓർമ്മയില്ല. പിന്നീട് ഓർമ്മ വന്നു, ജസ്ലാൻ എന്തിനാണ് അപ്പോൾ നമ്മളൊരു ബെഡ് ഓർഡർ ചെയ്തതെന്നുള്ളത് പറയേണ്ടതില്ലായിരുന്നു എന്ന് വിചാരിച്ച്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള റൂമെന്ന് നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒരു കയറ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം ഉംറ ചെയ്തിട്ട് വരുമ്പോഴായിരുന്നു ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. കാരണം ഇപ്പം തന്നെ നമുക്ക് കയറി വരുമ്പം ഒരു കാലൊക്കെ ഒരു വലിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഒരു നല്ല കാര്യത്തിന് വന്നതാണല്ലോ, അപ്പോൾ നമ്മൾ ഉംറ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ
നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റത്തില്ല. നമ്മൾ ലബ്ബൈക്കെല്ലാവുമ്പോൾ ലബ്ബൈക്കും ചൊല്ലിയിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് നടന്ന് ഈ മക്കയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മക്കയിലേക്ക് കുറച്ച് ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത്രയും ദൂരത്ത് നടന്നിട്ട് വരണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് വന്ന് ഉംറയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സായിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി മുറിക്കണം. അപ്പോൾ ജസൊന്നും മുടിയൊന്നും മുറിക്കുന്നുണ്ടായിരുന്നില്ല. മൊട്ടയടിക്കില്ല എന്ന് ആദ്യം ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊട്ടയടിക്കലാണ് നല്ലത്. പക്ഷേ ഇവർ രണ്ടാളും ആരും മൊട്ടയടിച്ചിട്ടില്ല കേട്ടോ. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ മൊട്ടയടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ബസ്സിൽ നിന്ന് തന്നെ പറഞ്ഞപ്പം തന്നെ ഇവന് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓന് ഉംറയ്ക്ക് ചെയ്തതിന് ശേഷം മൊട്ടയടിച്ചില്ല. പക്ഷെ പകരം ഒരു 3 മുടി അത് എന്തായാലും കളയണമെന്നുണ്ട്. അങ്ങനെ 3 മുടി അങ്ങനെ മുറിച്ചു. അപ്പോൾ നമുക്കും മുടി മുറിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് റൂമിൽ ചെന്നതിന് ശേഷമാണ് മുടി മുറിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് പോയാൽ ചെയ്ത്. കാരണം എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. കുറച്ച് ആൾക്കാർ റൂമിലേക്ക് പോയി, കുറച്ച് ടീം അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് തമിഴ് വെള്ളമൊക്കെ കുടിച്ച് അവിടെ കുറച്ച് സമയം നിന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് നടന്നു പോയത്. ഈ കാണുന്നില്ല ഇപ്പോഴത്തെ സൈഡിലുള്ളതാണ് നമ്മളെ ക്ലോക്ക് ടവർ നിൽക്കുന്ന ബിൽഡിംഗ് ആണത്. അങ്ങനെ ഇവനാണെങ്കിൽ തണുക്കുന്ന എനിക്ക് ചെയ്തെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോട്ട് ഊരിയിട്ട് ഓനിക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. കാരണം ഇവർ ആകെ 2 തുണി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കവർ ചെയ്തതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഓനിക്ക് ഞാനത് ഇട്ട് കൊടുക്കുക ചെയ്തത്. അത് ഇട്ടിട്ട് ഓൻ പിന്നെ അങ്ങനത്തോളം റൂമിൽ വരെ നടന്നു. ഇതേണ്ടത് ക്ലോക്ക് ടവറാണ്, അതിൻ്റെ ബിൽഡിംഗ് ആണ് അത്. അപ്പോൾ നമ്മളെല്ലാവരും റൂമിലേക്ക് പോയാണ്. നല്ല ക്ഷീണമുണ്ട് ഉംറ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും പോയിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.